എനിക്ക് ട്രിക്ക് ഉപയോഗിച്ച് എനിക്ക് നോർമലി കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി വ്യൂസും വാച്ച് ടൈമും എൻ്റെ ലോങ് വീഡിയോസിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തെളിവ്, അതിൻ്റെ പ്രൂഫാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളും ചെയ്ത് നോക്ക്, 100% ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസും വാച്ച് അവേഴ്സും കൂട്ടാൻ പറ്റും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നിങ്ങൾ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളിടുന്ന ലോങ് വീഡിയോസിന് വ്യൂസും കൂടുന്നില്ല, അതുപോലെ അതിന് വാച്ച് അവറും കൂടുന്നില്ല. അതുകൊണ്ട് നിങ്ങളിടുന്ന ലോങ് വീഡിയോസിൻ്റെ വ്യൂസും വാച്ച് അവറും എങ്ങനെ കൂട്ടാം, അതിനുള്ളൊരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങളിൽ പലരും വീഡിയോസ് കാണാറുണ്ട്, പക്ഷേ നിങ്ങൾ ആരും ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല. നിങ്ങൾ വിചാരിക്കും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വ്യൂസ് കൂടാനാ, കൂടിപ്പോയാൽ 10-15 വ്യൂസ് കൂടും, അതുകൊണ്ട് എന്ത് വാച്ച് അവർ കൂടാനാ, ഇങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാൻ പോവാണ്, ലൈവ് പ്രൂഫ് നിങ്ങളെ കാണിക്കാൻ പോവാണ്. എനിക്ക് എൻ്റെ ഈ ചാനലിൽ എൻ്റെ ലോങ് വീഡിയോയ്ക്ക് നോർമലി യൂട്യൂബ് തരുന്ന വ്യൂസ് കഴിഞ്ഞ് അതിൻ്റെ ഒരു 3 ഇരട്ടി വ്യൂസും അതിനനുസരിച്ചുള്ള വാച്ച് അവറും ഞാൻ ഈ പറഞ്ഞ വഴിയിലൂടെ, ഈ ട്രിക്കിലൂടെ എനിക്ക് എൻ്റെ ലോങ് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തെളിവ്, അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ്. അത് നിങ്ങൾ കണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതേപോലെ നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് വീഡിയോയുടെ വ്യൂസും വാച്ച് അവറും കൂട്ടാൻ പറ്റും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും, സ്കിപ്പ് ചെയ്യരുത്. ലാസ്റ്റ് വരെ കണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതുപോലെ നിങ്ങളും ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. ഇവിടെ നോക്ക്, ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കണ്ടൻസിൻ്റെ പേജ്, അതായത് ലോങ് വീഡിയോ കണ്ടൻസ് മാത്രം കാണിക്കുന്ന ആ ഒരു പേജ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. അതായത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ, അതായത് നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബ് സജസ്റ്റഡിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ അനാലിറ്റിക്സ് നോക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്ക്, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്ക്, ഇവിടെ എനിക്ക് 6820 വ്യൂസ് ഇതുവരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു സ്ക്രീൻ ഇവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോയ്ക്ക് ഏതാണ്ട് ഒരു 2000-2100 വ്യൂസ് ഒക്കെ ആയ സമയത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. ഇനി ഇവിടെ നോക്കിയാൽ ഇത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഷോർട്ട് വീഡിയോ കണ്ടൻസ് മാത്രം കാണിക്കുന്ന ആ ഒരു പേജാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ ഷോർട്ട് വീഡിയോ, ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ആ ലോങ് വീഡിയോയ്ക്ക് ഒരു 2000-2100 വ്യൂസ് ആയ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇനി ഇതിൻ്റെ അനാലിറ്റിക്സ് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കുറച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ നോക്കിയാൽ വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ താഴെയായിട്ട് നോക്കി വ്യൂസ് എത്ര കിട്ടിയിരിക്കുന്നതെന്ന് 37.2K വ്യൂസ് ഈ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒരു ഷോർട്ട് വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ വ്യൂസ് ഒന്നും അല്ല, എങ്കിലും 37,000 വ്യൂസ് ഓൾമോസ്റ്റ് ഈ ഷോർട്ട് വീഡിയോയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഷോർട്ട് വീഡിയോയുടെ സെറ്റിംഗ്സിൽ ഞാൻ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഏറ്റവും മുകളിലേക്ക് നോക്കിയാൽ ഒരു പെൻസിൽ ഐക്കോൺ കാണുന്നുണ്ട്. ഈ പെൻസിൽ ഐക്കോണിനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് താഴേക്ക് നോക്കിയാൽ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ലോങ് വീഡിയോ തന്നെയാണ് ഈ ഷോർട്ട് വീഡിയോടൊപ്പം ഞാനിവിടെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്ക്, ഇൻക്രീസ് വ്യൂസ് യൂസിങ് യൂട്യൂബ് സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ ലോങ് വീഡിയോയുടെ ടൈറ്റിൽ തന്നെയാണിത്. ഇതൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും അതവിടെ പ്ലേ ആവുന്നത്. ഇവിടെ ഏറ്റവും താഴേക്ക് നോക്കിയാൽ ആ ലോങ് വീഡിയോയുടെ ലിങ്കും കാണിക്കുന്നുണ്ട് ഇവിടെ റിലേറ്റഡ് വീഡിയോയിൽ. അപ്പോൾ ആരെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോങ് വീഡിയോ ഇവിടെ പ്ലേ ആവും. അങ്ങനെ നമ്മുടെ ലോങ് വീഡിയോയുടെ വ്യൂസും വാച്ച് അവറും ഇതേപോലെ അവിടെ കൂട്ടിക്കിട്ടും. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോടൊപ്പം ഞാൻ ആ ലോങ് വീഡിയോ റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് എത്രമാത്രം വ്യൂസും വാച്ച് അവറുമാണ് എനിക്ക് ആ ലോങ് വീഡിയോയിൽ കൂട്ടിക്കിട്ടിട്ടുള്ളത്, ഇതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാനായിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ആ ലോങ് വീഡിയോയുടെ അനാലിറ്റിക്സിലേക്ക് വരുന്നു. ഇവിടെ നോക്കിയപ്പോൾ 6837 വ്യൂസ് എന്നാണ് പറയുന്നത്. കുറച്ച് നേരം മുമ്പ് കാണിച്ചപ്പോൾ 6820 ആയിരുന്നു. അതായത് ഒരു 10-17 വ്യൂസ് കൂടെ കൂടിയിട്ടുണ്ട്. അതായത് ആ ഷോർട്ട് വീഡിയോ ഓടുന്നതിനനുസരിച്ച് ഇപ്പോഴും ഈ ലോങ് വീഡിയോയുടെ വ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എനിവേ, നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ നോക്കുക, വ്യൂസ് എന്ന് പറഞ്ഞിട്ട് 6.8K എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിക്കുക, 6839 ഒരു സെക്കൻഡ് കൊണ്ട് 2 വ്യൂസും കൂടെ കൂടി. അതായത് ഇപ്പോഴും ആ ഷോർട്ട് വീഡിയോ കാരണം ഇതിന്റെ വ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇവിടെ താഴേക്ക് നോക്കിയാൽ പെതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ടോപ്പ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ വഴികളിലൂടെയാണ് നമുക്ക് ഈ വ്യൂസ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ കാണിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വഴി എന്ന് പറയുന്നത്. അതാണ് റിലേറ്റഡ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ അവിടെ റിലേറ്റഡ് വീഡിയോസിൽ ആളുകൾ ക്ലിക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ള വ്യൂസ്. അത് എത്രയാണ് നോക്കിയാൽ 4500 വ്യൂസ്, 4.5K എന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇതുവരെ 6839 ആണ്. അതിൻ്റെ ഒരു 70-75% ഈ 4500 വ്യൂസ്, അതായത് ഈ റിലേറ്റഡ്
റിലേറ്റഡ് ഷോർട്സിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഷോർട്ട് വീഡിയോ കാരണം എത്രമാത്രം വാച്ച് അവേഴ്സ് എൻ്റെ ഈ ലോങ് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ബാക്കി വന്ന് ഇവിടെ ഏറ്റവും മുകളിലുള്ള ടാബ്സിൽ ഇവിടെ എൻഗേജ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, ഇതുവരെ 341 മണിക്കൂർ വാച്ച് അവേഴ്സ് എൻ്റെ ഈ ലോങ് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ആ വ്യൂസ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു 70% വ്യൂസ് കൂടുതൽ കിട്ടിയത് നമ്മുടെ ഈ റിലേറ്റഡ് ഷോർട്സ് കാരണമായിരുന്നു. അപ്പോൾ ഈ 70% വാച്ച് അവേഴ്സ് നമുക്ക് ഈ റിലേറ്റഡ് ഷോർട്സിൽ നിന്ന് തന്നെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോ ഓടി അതിൻ്റെ താഴെയുള്ള റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ആളുകൾ നമ്മുടെ ഈ ലോങ് വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെ കിട്ടിയിരിക്കുന്ന വാച്ച് ടൈമും ഏതാണ്ട് ഒരു 70% തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 341ന്റെ 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 240-250 മണിക്കൂർ ഈ ഷോർട്ട് വീഡിയോ കൊണ്ട് മാത്രമാണ് ഈ ലോങ് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ നിങ്ങൾക്ക് ഈ ഒരു തെളിവ്, ഈ ഒരു പ്രൂഫായിരുന്നു തരാനുണ്ടായിരുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാം, ഞാൻ ഓരോ ലോങ് വീഡിയോസും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ച കഴിഞ്ഞ് ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ കൊടുക്കാറുമുണ്ട്. അങ്ങനെ കൊടുത്ത് എനിക്ക് നന്നായിട്ട് വ്യൂസും വാച്ച് അവറും കൂട്ടി കിട്ടാറുമുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്യുക. അല്ലാതെ അലസരായിട്ട് ഇങ്ങനെ എത്ര വ്യൂസ് കിട്ടാനാ ആ ഒരു ചിന്ത വെച്ച് നിങ്ങൾ ഇരിക്കരുത്. ഞാൻ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. 100% ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് വീഡിയോസിൻ്റെ വ്യൂസും വാച്ച് അവറും കൂട്ടാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.